ഒരു പിഞ്ചു കുഞ്ഞ് ഇഞ്ചിഞ്ചായി മരിച്ച വാർത്തയാണ് നാം കണ്ടത്. 1.5 വയസ്സുള്ള ഒരു പിഞ്ചോമന മകൻ്റെ വേർപാട് കേരളത്തിൻ്റെ ആകെ നൊമ്പരമായി മാറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആ കുഞ്ഞു ദേഹത്തിൽ ഏതാണ്ട് 50-ൽ പരം മുറിവുകളുണ്ടായിരുന്നു. ഓരോ മലയാളിയുടെയും മനസ്സിലുള്ള നോവാണ് ആ മുറിവുകൾ. മാതാവിൻ്റെ അറിവോടെയും മൗന സമ്മതത്തോടെയുമായിരുന്നു ഇത്തരം ക്രൂരതകൾ എന്ന് കേൾക്കുമ്പോൾ നാം ജീവിക്കുന്ന ലോകം എത്ര ദയാരഹിതമാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. ഇത്തരം ക്രിമിനലുകൾ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വേദനകളോ സങ്കടങ്ങളോ പീഡനങ്ങളോ തുറന്നു പറയാൻ കഴിയാത്രയധികം ദയാരഹിതമായി ഇഞ്ചിഞ്ചായി കൊല്ലാൻ ഒരു നരാധമന് സാധിച്ചുവെങ്കിൽ മനുഷ്യൻ എത്ര ക്രൂരനാണ് എന്ന ചിന്ത കൂടി മനസ്സിൽ കടന്നു വരുന്നു. കുഞ്ഞുങ്ങളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സമൂഹമാണ്. ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ പരാജയം കൂടി ആ മരണം വിളിച്ചോതുന്നുണ്ട്. ആദ്യ ഭാര്യയെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി അവർ ഇന്നും കോമയിൽ കഴിയുകയാണ്. അത്തരം ഒരു നരാധമൻ്റെ കൂടെ കുഞ്ഞുമായി കഴിയാൻ മറ്റൊരു സ്ത്രീ തയ്യാറാകുന്നു എന്നത് ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. കുടുംബങ്ങളിലും വീടുകളിലും കഴിയുന്ന കുഞ്ഞുങ്ങൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന പരിശോധനയും സാമൂഹ്യ ക്ഷേമ വകുപ്പ് തീർച്ചയായും നടത്തേണ്ടതുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല എന്നാണ് ഖലീൽ ജിബ്രാൻ പറയുന്നത്. എല്ലാ രക്ഷിതാക്കളോടും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. അവർ നിങ്ങളിലൂടെ വന്നിരിക്കാം, പക്ഷേ നിങ്ങളുടേതല്ല. നിങ്ങൾ കാണാത്ത ലോകത്ത് ജീവിക്കേണ്ട ഭാവിയിലെ താരകങ്ങളാണ് കുഞ്ഞുങ്ങൾ.